നമസ്കാരം മൈ ഡിയർ വൺസ്, ദിസ് ഇസ് നിഷാന്ത് ശ്രീനാഥ് ഹിയർ ആൻഡ് വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് പ്ലേസ് ഓഫ് സർവീസിലെ ഗുഡ്സ് കവർ ചെയ്തു അല്ലേ. വി കംപ്ലീറ്റഡ് ഗുഡ്സിന്റെ കാര്യം നമ്മൾ തീർത്തു. സെക്ഷൻസ് 10 and 11 നമ്മൾ കണ്ടു, റൈറ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സർവീസസിന്റെ കേസ്. ആ സർവീസസിന്റെ കാര്യത്തിലാണ് ഈ വരുന്നത്. ദ സെക്ഷൻസ് ആർ, ഇവിടെ വരുന്ന സെക്ഷൻസ് ആർ, വി ഹാവ് 12, വി ഹാവ് 13 ആൻഡ് സ്പെഷ്യൽ സെക്ഷൻ 14. അതങ്ങനെ വലിയ പ്രശ്നക്കാരൊന്നുമല്ല, ഒറ്റ ഐറ്റം അതിൻ്റെ അകത്തുള്ളൂ. 12ഉം 13 ഞാൻ സിമ്പിളായിട്ട് എന്താന്ന് പറയാം. 12 ഇസ് എ കേസ് വെയർ നമ്മുടെ 10 പോലെ സപ്ലയർ ആയാലും റെസിപ്പിയന്റ് ആയാലും രണ്ടുപേരും ഇന്ത്യയിൽ. ഓക്കെ, ഇവിടെ സപ്ലയർ അല്ലെങ്കിൽ റെസിപ്പിയന്റ് ഇന്ത്യയുടെ പുറത്ത്, ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യ 14 ആണെങ്കിൽ നമ്മുടെ OIDR സർവീസസിന്റെ ഒരു പ്രത്യേക തരം ടാക്സേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ പോസിബിൾ ആണ് നമുക്ക് ഫുൾ സെക്ഷൻ 12ഉം 13ഉം നമുക്ക് ഈ വീഡിയോ തന്നെ കാണാം. ഇനി ഭയങ്കര ലോങ് ആയിട്ട് പോവാണെങ്കിൽ വിൽ സ്റ്റോപ്പ് ദിസ് വീഡിയോ ജസ്റ്റ് 12 കഴിഞ്ഞിട്ട് അടുത്തേക്ക് നമുക്ക് കിടക്കാം. അടുത്ത പാർട്ടിൽ അടുത്ത വീഡിയോ നമുക്ക് 13ലേക്ക് കിടക്കാം. ഓക്കെ, സോ യെസ്, നമുക്ക് നമ്മുടെ മെറ്റീരിയലിലേക്ക് പോവാം. മെറ്റീരിയൽ റൈറ്റ് എക്സ്പെൻഡ് കിടക്കായിരുന്നു. സോ ആസ് ഐ സെഡ്, പ്ലേസ് ഓഫ് സപ്ലൈ സർവീസ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ സെക്ഷൻ 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്, 12 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ 12 സബ്സെക്ഷൻസ് ആയിട്ട് 1 to 14 ആണല്ലേ. 1 to 14 അതിൽ 1 പറയുന്നത് എന്താ? ലൊക്കേഷൻ ഓഫ് സപ്ലയറും ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റും രണ്ടും ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് സെക്ഷൻ 12 ആപ്ലിക്കബിൾ ആവുന്നതാണ് 12 പറയുന്നത്. ഇനിയാണ് രസം. ഇനിയാണ് 12 to 12 എങ്ങനെ പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കണം എന്നുള്ളത് പറയുന്നത്. ഈ 12 എന്ന് പറഞ്ഞ റെസിജ്വൽ സെക്ഷനാണ്. റെസിജ്വൽ അതായത് 12 to 14 3 തൊട്ട് 14 വരെ ഓരോ സെക്ഷനും ഓരോ കൈൻഡ് ഓഫ് സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അവിടെ പറയുന്ന സർവീസുകളല്ല, അതായത് 3 to 14 പറയുന്ന സെക്ഷൻസിൽ നമ്മുടെ സർവീസ് കവർ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ 3 to 14 കൊണ്ട് നമ്മുടെ സർവീസിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കം ടു 12 എന്നാണ് പറയുന്നത്. 12 ഇസ് ലൈക്ക് എ ജനറിക് സെക്ഷൻ. 12 എന്താ പറയുന്നത് അറിയാം? ഇറ്റ്സ് ലൈക്ക് എ റെസിജ്വൽ റൂൾ. ഇവിടെ പറയുന്നത് റെസിപ്പിയന്റ് ഇസ് ഒന്നില്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൺ, അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ഇത് ഇവിടെ ഇരിക്കട്ടെ. റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ സർവീസ് ഒരാൾക്ക് കൊടുക്കുന്നു, അയാൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ ആൻഡ് അയാളുടെ കേസ് 3 to 14 കവർ ചെയ്യുന്നില്ലെങ്കിൽ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് ലൊക്കേഷൻ ഓഫ് ദാറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ. അതായത് രജിസ്റ്റേർഡ് പേഴ്സന്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ അതാണ് നമ്മൾ സർവീസ് കൊടുക്കുന്ന സ്ഥലം. സോ ഐ എം പ്രൊവൈഡിംഗ് എ സർവീസ് ടു വൺ മിസ്റ്റർ എ. മിസ്റ്റർ എ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ കൊടുക്കുന്ന സർവീസ് അങ്ങോട്ടാണ് വന്നത്, മിസ്റ്റർ എയുടെ രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സിലേക്ക്. ഇനി ആൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലോ ഇറ്റ് ഗോസ് ടു അഡ്രസ് ഓൺ റെക്കോർഡ്. ഇപ്പൊ അൺരജിസ്റ്റേർഡ് ആണ് മിസ്റ്റർ എ, പക്ഷെ ആളുടെ അഡ്രസ് എന്റെ റെക്കോർഡിലുണ്ട്. അങ്ങനെ ആ അഡ്രസ് എവിടെയാണോ അവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി അഡ്രസ് ഓൺ റെക്കോർഡും ഇല്ലെങ്കിലോ, അഡ്രസ് ഓൺ റെക്കോർഡ് ഇല്ലെങ്കിൽ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ. LOS എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ. ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണ് റെസിജ്വൽ റൂൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് 3 to 14 ഉള്ള ഒറ്റ ഐറ്റവും, അല്ലെങ്കിൽ 3 to 14 പറയുന്ന ഒരു ഐറ്റത്തിൽ നമ്മുടെ സർവീസ് കവർ ചെയ്യുന്നില്ലെങ്കിൽ വി വിൽ കം ടു 12. അവിടെ എന്താ നോക്കണ്ടേ? റെസിപ്പിയന്റ് ആരാ? രജിസ്റ്റേർഡ് ആണോ അൺരജിസ്റ്റേർഡ് ആണോ? രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ് അഡ്രസ്, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ അയാൾ തന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ അഡ്രസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ, റെക്കോർഡിൽ അവൈലബിൾ ആണ്. ഇനി അതില്ലെങ്കിലോ ലൊക്കേഷൻ ഓഫ് സപ്ലയർ. ക്ലിയർ? അതാണ് പറയുന്നത്. ഇനി നമുക്ക് അവിടെ ഫസ്റ്റ് സ്പെസിഫിക് കേസിൽ പോവാം. 12.3 സോറി, ഇവിടെ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇൻ റിലേഷൻ ടു ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അത് ലോഡ്ജിങ്ങോ കല്യാണമോ എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇറ്റ് ക്യാൻ ബി ലോഡ്ജിങ്, എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകാം, അവിടെയുള്ള താമസത്തിനാകാം, ഓക്കെ, അവിടെയുള്ള ഫംഗ്ഷൻസിനാകാം, അങ്ങനെയാണ് അവിടെയുള്ള ഫംഗ്ഷൻസ് കണ്ടക്ട് ചെയ്യാനാകാം, ഓക്കെ, എങ്ങനെ വേണേലാവാം. ഇനി ഇത് വേണമെങ്കിൽ ഒരു ബോട്ടിൽ ആവാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബോട്ട്. അപ്പൊ അതിലേക്ക് പോകണം. ഞാൻ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസ് പറയാം. സോ ദ കേസ് ഇസ് ലൈക്ക് ദിസ്. അപ്പോ ദിസ് ഇസ് ഒരു ആർക്കിടെക്ട് അർജുൻ. ഓക്കെ, ദിസ് ഇസ് ക്ലയന്റ് ആണ്. ക്ലയന്റിന്റെ ഒരു വിഷ്ണു. ക്ലയന്റ് ഉണ്ട്, ആർക്കിടെക്ട് ആൻഡ് സെഡ് എന്റെ വീടൊന്ന് ഡിസൈൻ ചെയ്ത് തരണം. അപ്പൊ ആർക്കിടെക്ട് ഇസ് ഇൻ കേരള, ക്ലയന്റ് ഇസ് ഇൻ കർണാടക. എന്റെ കർണാടകയിലുള്ള ക്ലയന്റ് പറഞ്ഞു എനിക്ക് എന്റെ വീടൊന്ന് ഡിസൈൻ ചെയ്ത് തരണം, വീടൊന്ന് അറേഞ്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് തരണം. വീട് എവിടെയാ? വീട് ഇസ് സിറ്റുവേറ്റഡ് ഇൻ കേരള. അപ്പൊ അർജുൻ കംസ് ആൻഡ് ഡിസൈൻസ് ദിസ് ഹൗസ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വേർ ഇസ് എ പ്ലേസ് ഓഫ് സപ്ലൈ ഹാപ്പനിങ്? അർജുന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാ? കേരളയിലല്ലേ. ഇനി വാട്ട് ഇഫ് ദിസ് ഹൗസ് വാസ് ഇൻ ബാംഗ്ലൂർ? കർണാടകയിലായിരുന്നു ഹൗസ് എങ്കിലോ? പ്ലേസ് സപ്ലൈ എവിടെയാ? കർണാടകയിലല്ലേ.
അപ്പൊ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ അവിടെയല്ലേ. വേറെ എക്സാമ്പിൾ തരാം. സോ ദിസ് ഇസ് മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ എസ് വൈഫ്. എ ആൻഡ് വൈഫ്. ഓക്കെ, എ ആൻഡ് വൈഫ് XYZ ഹോട്ടൽസിനെ വിളിച്ചു. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഹോളിഡേ സ്റ്റേ വേണം അറ്റ് യുവർ റിസോർട്ട് ഇൻ വയനാട്. അപ്പോൾ എ ആൻഡ് വൈഫ് ഇസ് ഫ്രം മഹാരാഷ്ട്ര. XYZ ഹോട്ടൽസിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിൽ. അപ്പൊ അങ്ങോട്ടേക്കാണ് വിളിച്ചു പറഞ്ഞേ. ആൻഡ് അവർ പറഞ്ഞു സ്റ്റേ വേണം, റിസോർട്ടാണ് വയനാട്. അപ്പോൾ വയനാട്ടിലെ റിസോർട്ടിൽ സ്റ്റേ അറേഞ്ച് ചെയ്തു. ദീസ് ഗൈസ് കെയിം ആൻഡ് സ്റ്റേഡ് ഹിയർ ഫോർ വെക്കേഷൻ. ഒരു 5 days താമസിച്ചു. Where is the service provided by XYZ hotel? Place of supply ഏതാ? Location of service provider ഡൽഹി. പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ഡൽഹി ഇരുന്നിട്ട് അവർ എവിടെയാ സപ്ലൈ ചെയ്ത സർവീസസ്? അവരുടെ വയനാടുള്ള ഹോട്ടലല്ലേ, കേരളയിലല്ലേ? യെസ്, സോ കേരള ആവും. ഇനി വേറെ എക്സാമ്പിൾ. ദിസ് ഈസ് ജോർജ് ആൻഡ് ദിസ് ഇസ് ജോർജ് ഫിയാൻസി നീതു. Okay, they want to get married. അത് കല്യാണം കഴിക്കണം. But they found out a very beautiful resort or wedding destination in Goa. ഗോവയിൽ നല്ലൊരു വെഡിങ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പോൾ ഇവർ കല്യാണം നടത്താനായിട്ട് ഇവിടെ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിന്റെ ഓണർ ഇവിടെയുണ്ട്. സോ ദ ഓണർ ഇസ് ഹിയർ. അപ്പോൾ ദേ സെഡ് വിൽ കണ്ടക്ട് ദി ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷൻ നടത്താം. അപ്പോൾ ജോർജ് ആൻഡ് നീതു ആർ ഫ്രം സേ തമിഴ്നാട്. വേർ ഇസ് ദി പ്ലേസ് ഓഫ് സപ്ലൈ ഹാപ്പനിങ്? സർവീസ് എന്താ? ഈ ഫംഗ്ഷൻ നടത്തുന്ന ഹാളിന്റെ റെന്റില്. പ്ലേസ് സപ്ലൈ ഏതാ? ഗോവ അല്ലേ? അപ്പൊ എപ്പോഴും ഓർക്കുക, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ എപ്പോഴും പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് ലൊക്കേഷൻ ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. എവിടെയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉള്ളത്? അതാണ് പ്ലേസ് ഓഫ് സപ്ലൈയുടെ സ്ഥലം. അത് കണ്ടിട്ടാണ് നമ്മൾ IGST ആണോ SGST ആണോ CGST ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇയാൾ ഗോവയിൽ ഇരുന്നുകൊണ്ട് ഗോവയിലെ സ്ഥലത്ത് തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ വന്നു. അപ്പൊ എന്തോ ഇവിടെ CGST SGST അല്ലേ? ഇനി XYZ ഹോട്ടൽസ് ഇപ്പൊ ഡൽഹിയിലായിരിക്കും രജിസ്റ്റേർഡ്. അവരെ വയനാടുള്ള റിസോർട്ടിൽ പ്ലേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഇസ് ഡൽഹി ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് വയനാട്. അപ്പൊ എന്ത് വരും? IGST വരും അല്ലേ? യെസ് ഓർ നോ? കറക്റ്റ്. ഇനി ഇതേതായിരുന്നു? അർജുൻ കേരളയിൽ നിന്നിട്ട് കേരളയിലെ വീട് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് ആണ്, CGST SGST വരും. പക്ഷെ അർജുൻ കേരളയിൽ നിന്ന് കർണാടകയിലെ വീടാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവിടെ IGST 2 സ്റ്റേറ്റ് തമ്മിലായി IGST വരും. ഇനി വേണ്ട, സേ വിഷ്ണു ക്ലയന്റും കേരളക്കാരൻ വീട് കർണാടകയിൽ. അപ്പോഴും ഒന്ന് തന്നെയാ വീടിന്റെ ലൊക്കേഷൻ. കേരള ടു കർണാടക സർവീസ് പോകുന്നത്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അപ്പൊ അതാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസ് പറയുന്നത്. ഇനി ഇതിലൂടെ ആൻസിലറി സർവീസ് എന്ന് പറയും. സേ ഇവരുടെ ഫംഗ്ഷൻ നടന്നപ്പോഴേ ജോർജിന് ഇതൊരു ഫംഗ്ഷൻ ഇവിടെ ഫുഡും അറേഞ്ച് ചെയ്തു. ആ ഫുഡിനെയും ഇതേപോലെ തന്നെ, അതായത് ഈ ഫുഡ് ഈ ഫംഗ്ഷന്റെ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ആൻസിലറി ആയിട്ട് അതിന്റെ സപ്പോർട്ടിംഗ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതിനും ഇതേപോലെ തന്നെ ഡിസിഷൻ ഫാക്ടറും വരിക. ഒരു വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ സർവീസസ് ഇൻ റിലേഷൻ ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അത് ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകും, ലോഡ്ജിങ് ആവും, ഫംഗ്ഷൻസ് ആവും, എപ്പോഴും പ്ലേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇനി സേ ബോട്ട്. 2 പാർട്ടീസ് വന്നിട്ട് നമ്മുടെ കേരള ഹൗസ് ബോട്ടിൽ കയറി. ഹൗസ് ബോട്ടിൽ 2 ദിവസം സ്പെൻഡ് ചെയ്തു. ഇവര് ഡൽഹിയിൽ നിന്ന് വന്നിട്ട് കേരള ഹൗസ് ബോട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തു. പ്ലേസ് ഓഫ് പ്ലേ ഏതാ? പ്ലേസ് ഓഫ് ബോട്ട് എവിടെയാണ്? അവിടെ ബോട്ട് വേണമെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കേരളത്തിന്റെ വെള്ളത്തിൽ നിന്ന് കുറച്ച് വേറെ വാട്ടേഴ്സിലേക്ക്, വേറെ സ്റ്റേറ്റിന്റെ വാട്ടേഴ്സിലേക്ക് കടന്നുണ്ടാവും, വേറെ വാട്ടർ ബോഡിയിലേക്ക് കടന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് പ്ലേ 2 സ്ഥലമായി. ബോട്ട് എവിടെയായിരുന്നു? അപ്പൊ 2 ദിവസം കേരളത്തിൽ, 1 ദിവസം അവിടെയെങ്കിൽ 2 ദിവസം 1 ദിവസം സ്പ്ലിറ്റ് ചെയ്യണം. ഇനി പ്രോപ്പർട്ടി ഇന്ത്യയുടെ പുറത്താന്ന് നോക്കി. ഇപ്പോ ക്ലയന്റ് വിഷ്ണുവിന് വേണ്ടി വീട് അറേഞ്ച് ചെയ്യുന്നത് USA അറേഞ്ച് ചെയ്യണത്. അപ്പൊ അർജുൻ ഇവിടെയാണ് വീട്ടിൽ ആർക്കിടെക്ചർ സർവീസ് കൊടുക്കുന്നത്, USA വീട്ടില്. പ്ലേസ് ഓഫ് പ്ലേ ഏതാ? സത്യം പറഞ്ഞ USA ആണ് അല്ലേ? USA പോയി കഴിഞ്ഞാൽ പിന്നെ GSTയുടെ പരിമിതിയിലല്ലോ, ഇന്ത്യയുടെ പുറത്തേക്ക് പോയില്ലേ അല്ലേ? ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് അല്ലേ GST. USA പോയി ഇന്ത്യയുടെ പരിമിതിയിലല്ല. അപ്പൊ എന്താ പറയുന്നത് അറിയാമോ? നീ സർവീസ് കൊടുത്ത് വിഷ്ണുവിനാണ്. വിഷ്ണു എവിടെയല്ല, വിഷ്ണുവിന്റെ സ്ഥലമാണ് പ്ലേസ് ഓഫ് പ്ലേ. അത് ഓൺലി ഇഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ അവിടെയാണ് പ്ലേസ് ഓഫ് പ്ലേ. ഇന്ത്യയുടെ പുറത്താണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ആണ് നമ്മുടെ പ്ലേസ് ഓഫ് പ്ലേ. ക്ലിയർ ആയോ? ഇനി സേ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിലായിട്ടാണ് വരുന്നത് സപ്ലൈ, പല സ്റ്റേറ്റിലേക്കാണ്. അതായത് സേ അർജുൻ്റെ അടുത്ത് വിഷ്ണു പറയാ, എനിക്ക് ഒരു വീട് കേരളത്തിലുണ്ട്, അവിടെ നീ ചെയ്തു തരണം. കർണാടകയിലുണ്ട്, അവിടെ ചെയ്തു തരണം. സേ തമിഴ്നാട്ടിലുണ്ട്, അവിടെയും ചെയ്തു തരണം. അങ്ങനെ പറയുമ്പോൾ എങ്ങനെ വരും പ്ലേസ് ഓഫ് സപ്ലൈ? ഈ 3 സ്ഥലവും വരും. സപ്ലൈ ട്രീഡ് ആസ് മെയ്ഡ് ഇൻ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ്. ഈ 3 സ്ഥലത്തും വരും. എങ്ങനെ വാല്യൂനെ ഡിവൈഡ് ചെയ്യണം, അല്ല എങ്ങനെ തീരുമാനിക്കണം? അപ്പൊ സേ
വിഷ്ണു പെയ്ഡ് അർജുൻ സേ 1 crore. 1 crore എങ്ങനെ ഡിവൈഡ് ചെയ്യും? അപ്പൊ കേരള വീടിന് ഹി ചാർജ് 40 lakhs, ഇവിടുത്തെ വീട് ചാർജ് 60 lakhs, 60 വേണ്ട 50 lakhs, ഇവിടുത്തെ വീടിന് ചാർജ് 10 lakhs. അങ്ങനെ വീതിച്ചെടുക്കുക, 4:5 എന്നുള്ള രീതി വീതിച്ചെടുക്കുക. ഇപ്പോൾ വാല്യൂ സപ്ലൈ സെപ്പറേറ്റ്ലി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺട്രാക്ട് വല്ലതും പറയുന്നുണ്ടോ അതിന്റെ ബേസിൽ ചെയ്യുക. അതായത് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യണ പകരം കോൺട്രാക്ട് പറയുന്നു ഇവിടുത്തെ വീട്, കേരളയിലെ വീട് 400 square feet, ഇവിടുത്തെ വീട് 200 square feet, ഇവിടുത്തെ വീട് 600 square feet എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ആ കോൺട്രാക്റ്റിലുള്ള റേഷ്യോന്റെ ബേസിൽ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് സോറി ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ആയിപ്പോയി. ഈ 1 crore എടുത്തിട്ട് ഈ റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ പ്ലേസ് സപ്ലൈ 1 crore 4:2:6 എന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? അത്രയും വാല്യൂന് കേരളയുടെ പ്ലേസ് സപ്ലൈ. ഈ റേഷ്യോയിൽ വരുന്ന വാല്യൂന് കർണാടകയുടെ പ്ലേസ് സപ്ലൈ. ഈ റേഷ്യോയിൽ വരുന്ന വാല്യൂന് തമിഴ്നാടാണ് പ്ലേസ് സപ്ലൈ. സിമ്പിൾ. യെസ്, മനസ്സിലായില്ലേ? ഇനി അതല്ലാതെ ലാസ്റ്റ് വരുന്നത് നമ്മുടെ പ്ലേസ് സപ്ലൈ ഇൻ പ്രൊപ്പോർഷൻ ടു ആസ് പെർ റൂൾ 4. അതെന്താ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത് എന്താ സംഗതി എന്നുള്ളത്. നമ്മുടെ കേസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെ തന്നെ സത്യം ഒരു ഏരിയ അവിടെ തന്നെ ആട്ടോ വരണേ. സോ ഐ വോണ്ട് ടു ട്രാവൽ ആൻഡ് ഐ കോൺടാക്റ്റഡ് XYZ ഹോട്ടൽസ്. കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അതിൽ പേ യൂസ് ചെയ്യിലേക്ക് ഒരു 70,000 rupees. 70,000 rupees ആണ് കോൺട്രാക്ട്. എനിക്ക് ഗോവയിൽ, ഡൽഹിയിൽ ആൻഡ് കൊടൈക്കനാല് എനിക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത് തരണം. എനിക്ക് ഹോളിഡേ ചെയ്യാനാണ്. അപ്പോൾ ഗോവയിൽ 3 days, ഡൽഹിയിൽ 2 days ആൻഡ് കൊടൈക്കനാല് 2 days. ഇങ്ങനെയാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഓരോ സ്ഥലത്തെ വാല്യൂ നമുക്കറിയില്ല, ഓരോ സ്ഥലത്തെ റെന്റിലൊന്നും അറിയില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 70,000 എടുത്ത് എത്ര നൈറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഗോവയിലുണ്ടായിരുന്നു 3 ദിവസത്തേക്ക്. അപ്പോൾ 70,000 3:2 എന്ന് പറഞ്ഞാൽ 30,000 രൂപയുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഗോവയാണ്. ഓക്കെ. ഡൽഹിയിൽ 2 ദിവസം ഉണ്ടായിരുന്നു, അപ്പോൾ 20,000 രൂപയുടെ. കൊടൈക്കനാൽ 2 ദിവസം ഉണ്ടായിരുന്നു, 20,000 രൂപയുടെ. അപ്പോൾ XYZ ഹോട്ടൽ ഡൽഹിയിൽ രജിസ്റ്റേർഡ് കമ്പനി ആണെങ്കിൽ ഈ 30,000 IGST വരും. കാരണം എന്താ? ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഡൽഹി, പ്ലേസ് ഓഫ് സപ്ലൈസ് ഗോവ. ഇനി ഈ 20,000 രണ്ടും ഡൽഹി അല്ലേ, അപ്പം എന്തെങ്കിലും CGST, SGST വരും. ഇനി ഡൽഹി കൊടൈക്കനാൽ, ഡൽഹി തമിഴ്നാട് ആയത് കാരണം IGST വരും. സിമ്പിൾ. അത്ര 12:2 മനസ്സിലായോ? 12:3 യെസ്, അത്രേ പറയുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് 12:4 വെരി ഈസി. പെർഫോമൻസ് ബേസ്ഡ് സർവീസസ്. അതൊരു 6-7 ഐറ്റംസ് വരുന്നുണ്ട്. റെസ്റ്റോറന്റ്, കോസ്മെറ്റിക്സ്, ബ്യൂട്ടി, ഫിറ്റ്നസ്, പേഴ്സണൽ ഗ്രൂമിംഗ്, ഹെൽത്ത് സർവീസസ്. ഇപ്പൊ റെസ്റ്റോറന്റ്, നിങ്ങൾ എന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു, പ്ലേസ് സപ്ലൈ എവിടെയാ? എന്റെ ഹോട്ടൽ എവിടെയാണ്? അവിടെ. ഞാൻ നിങ്ങൾക്ക് ഫിറ്റ്നസ് ട്രീറ്റ്മെന്റ് തന്നു, ഫിറ്റ്നസ് കോച്ചിങ് തന്നു. നിങ്ങൾ എന്റെ ജിമ്മിൽ വന്നു, ഫിറ്റ്നസ് കോച്ചിങ് തന്നു. പ്ലേസ് സപ്ലൈ എവിടെയാ? എന്റെ ജിം അവിടെ. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ കോച്ചിങ് വേണമെന്നൊരു ഫിറ്റ്നസിന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഫിറ്റ്നസ് ട്രെയിനിങ് തന്നു. പ്ലേസ് സപ്ലൈ എവിടെയാ? നിങ്ങളുടെ വീട്. ഇപ്പൊ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു. ബ്യൂട്ടി ട്രീറ്റ്മെന്റിനായിട്ട് ഒരാളുടെ കല്യാണത്തിന് മേക്കപ്പ് ഇടണമെന്ന് പറഞ്ഞു. മേക്കപ്പ് ഇടാനായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ കിടക്കണ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടീഷ്യനെ ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ചെയ്യിച്ചു. അപ്പൊ പ്ലേസ് സപ്ലൈ എവിടെയാ? അയാൾ എവിടെ നിന്നിട്ട് തരണേ? എന്റെ സ്ഥലം, എന്റെ വീട്ടിൽ നിന്നിട്ട് തരണേ അല്ലേ? ഈ പറയുന്ന എല്ലാ സാധനങ്ങൾക്കും റെസ്റ്റോറന്റ്, കോസ്മെറ്റിക്സ് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യല്, ഫിറ്റ്നസ്, പേഴ്സണൽ ഗ്രൂമിംഗ്, ഹെൽത്ത് സർവീസ്, ഇങ്ങനത്തെ എന്ത് സർവീസ് ആയിക്കോട്ടെ, ഇതിന്റെ പ്ലേസ് സപ്ലൈ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഇതിന്റെ പരിപാടി ചെയ്യുന്നത് അവിടെ, എവിടെയാണോ ദ പ്ലേസ് ഓഫ് പെർഫോമൻസ്, എവിടെയാണോ ഈ പരിപാടി ചെയ്തു കൊടുക്കുന്നത്, എവിടെയാണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്, ദാറ്റ് ഇസ് യുവർ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ സോഫാർ പഠിച്ചത് 12(1), 2, 3, 4 പഠിച്ചു. 1 പഠിച്ചു, ഒന്നുമില്ല. ലൊക്കേഷൻ സപ്ലയർ, ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റും രണ്ടും ഇന്ത്യയിലാണെങ്കിൽ സെക്ഷൻ 12 ആപ്ലിക്കബിൾ. 12(2) പഠിച്ചു, റെസിജൽ റൂൾ ആണ് അല്ലെ? റെസിജൽ റൂൾ ഇതിലൊന്നും പെടാത്ത, 3 to 14 പെടാത്ത. അപ്പൊ 2 നമുക്ക് എല്ലാം കഴിഞ്ഞ് വരാം. 3 പഠിച്ചു ഇമ്മൂബിൾ പ്രോപ്പർട്ടി റിലേറ്റഡ് സർവീസാണ് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും പ്ലേസ് ഓഫ് സപ്ലൈസ് എവിടെയാണ് ഇമ്മൂബിൾ പ്രോപ്പർട്ടി അവിടെ തന്നെ. ഇനി ഇമ്മൂബിൾ പ്രോപ്പർട്ടി ഇന്ത്യക്ക് പുറത്താണെങ്കിൽ എവിടെയാണോ റെസിപ്പിയന്റ് സ്ഥലം അവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. പല സ്റ്റേറ്റുകളിൽ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ അതിനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കണം. 4 പഠിച്ചു പെർഫോമൻസ് ബേസ്ഡ് സർവീസ്, അതർ റെസ്റ്റോറന്റ്, കോസ്മെറ്റിക്സ്, ബ്യൂട്ടി, ഫിറ്റ്നസ്, പേഴ്സണൽ ഗ്രൂമിംഗ് ആൻഡ് ഹെൽത്ത് സർവീസ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ എപ്പോഴും എവിടെയാണോ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്, എവിടെയാണ് ഈ പരിപാടി നടത്തുന്നത്, എവിടെയാണ് ഈ കംപ്ലീറ്റ് ആക്ടിവിറ്റിയുടെ പെർഫോമൻസ് നടക്കുന്നത്, അതാണ് പ്ലേസ് സപ്ലൈ. യെസ്. നെക്സ്റ്റ് വൺ, ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ സർവീസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. എന്നെ ഒരു പേജ് ആടിയട്ടെ. So this party comes to me, CMA Nishant Raghunathan Associates, NRN Associates വന്നിട്ട് പറഞ്ഞു, ഈ പാർട്ടി വന്നിട്ട് പറഞ്ഞു, സർ എൻ്റെ കമ്പനിയിലേക്ക് പ്ലീസ് കം ടു മൈ കമ്പനി. എൻ്റെ കമ്പനിക്ക് കുറേ ഫ്രഷർ എംപ്ലോയീസ് ഉണ്ട്, അവരെ ഒന്ന് സാറ് വന്ന് ടാക്സിൽ ഒരു ട്രെയിനിങ് കൊടുക്കണം, ടാക്സ് ട്രെയിനിങ് കൊടുക്കണം. I said I'll come. This guy paid me. I said എൻ്റെ ഫീസ് 50,000 ആണ്, എനിക്ക് 50,000 വന്നു. ഞാൻ ഈ എംപ്ലോയീസ് ഒന്ന് ട്രെയിനിങ് കൊടുത്തു.
ഞാൻ ഇവരൊക്കെ ഒന്ന് പഠിപ്പിച്ചു. പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാ? നിങ്ങൾ പറയാം പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ? നോക്കുകയാണെങ്കിൽ ഇവിടെയല്ലേ ഞാൻ ആക്ടിവേറ്റ് ചെയ്തത്, അവിടെയല്ലേ വരണ്ടേ? യെസ്, അവിടെ വരുള്ളൂ. ജനറലി അവിടെ വരുള്ളൂ. പക്ഷെ സ്പെഷ്യൽ ഇവർ ജനറലി നോക്കരുത്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇയാൾ രജിസ്റ്റേർഡ് ആണോ അല്ലയോ നോക്കുക. ഈ വ്യക്തി രജിസ്റ്റേർഡ് ആണോ അല്ലയോ? രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇയാളുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടാവുമല്ലോ, രജിസ്റ്റേർഡ് അഡ്രസ് ഉണ്ടല്ലോ, GST രജിസ്റ്റേർഡ് അഡ്രസ് ഉണ്ടാവുമല്ലോ, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. രജിസ്റ്റേർഡ് അല്ലെങ്കിലോ പ്ലേസ് ഓഫ് പെർഫോമൻസ്, എവിടെയാണ് ഞാൻ ആക്ട് ചെയ്യുന്നത് അവിടെ. ഇയാൾ ഈ ഓഫീസ് തന്നെയാണ് GST രജിസ്റ്റേർഡ് എങ്കിൽ, ഇവിടെയാണ് ഇയാളുടെ നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ വരുന്നത്. പക്ഷെ അല്ല, ഇയാളുടെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത് തമിഴ്നാടാണ്, ഈ ഓഫീസ് വരുന്നത് കൊച്ചിയിലാണ്. ഇയാളുടെ രജിസ്റ്റേർഡ് ഓഫീസർ തമിഴ്നാട്, ഞാൻ ട്രെയിനിങ് കൊടുത്ത കൊച്ചിയിൽ. അപ്പൊ അങ്ങനെയാണ് എങ്ങനെ വരും? ഇയാൾ രജിസ്റ്റേർഡ് ആണെന്ന് നോക്കുക. അതെ ആണെങ്കിൽ ഇയാളുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാ? അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ, തമിഴ്നാടല്ലേ. അപ്പൊ ഞാൻ കേരളയിൽ ഇരുന്ന് തമിഴ്നാട്ടിലേക്ക് സപ്ലൈ നടത്തി. അപ്പൊ എന്തൊരു IGST വരും. പക്ഷെ അതേസമയം തമിഴ്നാടിന് പകരം ഇയാളുടെ സ്ഥലം കേരളം തന്നെയായിരുന്നെങ്കിലോ SGST CGST വരും. മനസ്സിലായോ? അപ്പൊ ഞാൻ എവിടെയാണ് ട്രെയിനിങ് കൊടുത്തതെന്ന് നോക്കുന്നതിന് മുമ്പ് ഞാൻ ട്രെയിനിങ് കൊടുത്ത ആൾ രജിസ്റ്റേർഡ് ആണല്ലോ നോക്കണം. അപ്പൊ റെസ്റ്റോറന്റ്, കോസ്മെറ്റിക്സ്, ബ്യൂട്ടി, ഫിറ്റ്നസ് അതിൽ നിന്ന് വ്യത്യസ്തമായ എന്താ, ഇവിടെ ഇയാൾ രജിസ്റ്റേർഡ് ആണോ അല്ലയോ നോക്കണം. സർവീസ് റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്ന് നോക്കണം. ക്ലിയർ? അത്രേ ഉള്ളൂ സംഗതി, സിമ്പിൾ. അപ്പോൾ ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ സർവീസ് ആണെങ്കിൽ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെന്ന് നോക്കുക. രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്, അത് ലൊക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് റെസിപ്പിയന്റ്, ലൊക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ. അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എവിടെയാണ് ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ. നെക്സ്റ്റ്, അഡ്മിഷൻ ടു ഈവന്റ്, പാർക്ക്, ആൻസിലറി ആക്ടിവിറ്റീസ്. അത് ഇവിടെ എന്താ പറയുമോ, ഈ പാട്ട് പരിപാടി, കൾച്ചറൽ പരിപാടി, സ്പോർട്സ് പരിപാടി, അങ്ങനെ പല പരിപാടികളുണ്ടാവും. അങ്ങനെ പരിപാടികൾക്കുള്ള ഈവന്റ്സിനുള്ള ടിക്കറ്റ്, എൻട്രി കൊടുക്കുക, അഡ്മിഷൻ കൊടുക്കുക. അല്ലെങ്കിൽ പാർക്ക്, അമ്യൂസ്മെന്റ് പാർക്ക്, തീം പാർക്ക്, മറ്റേ വണ്ടർല, വീഗാലാൻഡ്, അങ്ങനത്തെ സ്ഥലത്തേക്കുള്ള അഡ്മിഷൻ കിട്ടുക. അതിന് അതിന്റെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാ സർവീസുകളും. അപ്പൊ നിങ്ങൾ വണ്ടർലയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് വണ്ടർലയിൽ നിങ്ങൾ എൻജോയ് ചെയ്തു. പ്ലേസ് ഓഫ് സർവീസ് എവിടെയാ? പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാ? വണ്ടർലയിൽ അല്ലേ. ഞാനിപ്പോ ഡൽഹിയിൽ ഈ വരുന്ന സെപ്റ്റംബറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൊമേഡിയൻ വരുന്നുണ്ട്, നൈജൽ എൻജി എന്ന പേര്. നോക്കി, അങ്കിൾ റോജർ എന്ന് വിളിക്കുന്നത്. ആ പുള്ളി ഡൽഹിയിൽ ടൂർ ചെയ്യുന്നുണ്ട്. അപ്പൊ ടൂർ വേണ്ടി ഡൽഹിയിൽ പുള്ളിയുടെ ഷോ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഡൽഹിയിൽ ഞാൻ പോയിട്ട് അയാളുടെ ഷോ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലോ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ് സപ്ലൈ നടക്കുന്നത്? ഡൽഹിയിലെ ഷോ നടത്തുന്ന ആ സ്ഥലത്ത് അല്ലേ, ഡൽഹിയിൽ അല്ലേ. സോ അഡ്മിഷൻ ടു എൻ ഈവന്റ് ഓർ പാർക്ക് ഓർ ആൻസിലറി സർവീസ്. അപ്പൊ പരിപാടികളുടെ, അതായത് ഈവന്റ്സിന്റെ അല്ലെങ്കിൽ അമ്യൂസ്മെന്റ് പാർക്സിന്റെ ആണെങ്കിൽ അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എപ്പോഴും വരുന്നത് എവിടെയാ? ആ സ്ഥാനം എവിടെയാണോ, ആ പാർക്ക് എവിടെയാണോ, വീഗാലാൻഡ് എവിടെയാണോ അവിടെ, വണ്ടർല എവിടെയാണോ അവിടെ, ഡ്രീം വേൾഡ് എവിടെയാണോ അവിടെ, ഈവന്റ് എവിടെയാണോ അവിടെ, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. മനസ്സിലായോ? ക്ലിയർ? അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വൺ 7. ഈ പരിപാടികൾ ഓർഗനൈസേഷൻ ഓഫ് ഈവന്റും അതിന്റെ ആൻസിലറി സർവീസും. ഒരു കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മ്യൂസിക് പരിപാടി ഓർഗനൈസ് ചെയ്യുക, അതിപ്പോ ഫിലിം ഫെയർ അവാർഡ്സ് ഓർഗനൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഓർഗനൈസിംഗ് ടീം ഉണ്ടാവും. ഇതിൽ ഒരു ഓർഗനൈസിംഗ് ടീമിൽ എപ്പോഴും ഓർഗനൈസ് ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഇവന്റ് ഓർഗനൈസേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവന്റ് ഓർഗനൈസേഴ്സിന്റെ കാര്യം പറഞ്ഞത് അവിടെ എന്താ നോക്കണ്ടറിയോ? ഇവന്റ് ഓർഗനൈസറുടെ കയ്യിൽ നിന്ന് സർവീസ് മേടിക്കുന്ന ആള് രജിസ്റ്റേർഡ് ആണോ? അപ്പോൾ നമ്മുടെ ഫിലിം ഫെയർ അവാർഡ്സ് ഓർഗനൈസ് ചെയ്യാനായിട്ട് XYZ കമ്പനി എടുത്ത് ഒരു പാർട്ടി പോയി. ഈ പോയ പാർട്ടി ഇപ്പോൾ നമ്മുടെ ഫിലിം അസോസിയേഷൻ സേ അവര് GST രജിസ്റ്റേർഡ് ആണെന്നിരിക്കും. XYZ ഈവന്റ് ഓർഗനൈസേഴ്സിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഒരു വലിയൊരു ഫിലിം അവാർഡ് സെറ്റ് ചെയ്ത് തന്നെ. ഫിലിം അവാർഡ് സെറ്റ് ചെയ്ത് തരേണ്ടത് കേരളയിലാണ് സെറ്റ് ചെയ്ത് തരേണ്ടത്. ഫിലിം അസോസിയേഷൻ അഡ്രസ് വരുന്നത് തമിഴ്നാടാണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു കേസിൽ എവിടെ ഇരിക്കുന്ന പ്ലേസ് ഓഫ് സപ്ലൈ? ഇവരാർക്ക് XYZ ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നത് എവിടെയാ? കേരളയിലല്ലേ. കേരളയിലാണ് ഇവന്റ് മൊത്തം അറിയാം. പക്ഷെ അല്ല, പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി തമിഴ്നാട്. കാരണം എന്താ? ഇവര് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. എപ്പോഴും രജിസ്റ്റേർഡ് പേഴ്സൺ അഡ്രസ്സിലായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി ഇവർ രജിസ്റ്റേർഡ് അല്ലെങ്കിലോ ഇവർ ഓഫീസ് തമിഴ്നാടാണ്, പക്ഷെ രജിസ്റ്റേർഡ് അല്ലെങ്കിലോ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ വരും? കേരളയിൽ വരും. മനസ്സിലായോ? യെസ്. അപ്പൊ XYZ ഇവന്റ് ഓർഗനൈസേഴ്സിന്റെ ലൊക്കേഷൻ നോക്കിയിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ തീരുമാനിച്ചാൽ CGST ആണോ IGST ആണോ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. ഇപ്പൊ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് റെസിപ്പിയന്റിന്റെ സ്ഥലം നമ്മൾ ട്രെയിനിങ്ങിന്റെ പെർഫോമൻസ് അപ്രൈസലെ സെയിം കണ്ട പോലെ. അൺരജിസ്റ്റേർഡ് ആണെങ്കിലോ എവിടെയാണ് ഇവന്റ്? അത് ഇവിടെ ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ സർവീസ് കണ്ടത് തന്നെ. ഇനി ഇവന്റ് ഇന്ത്യക്ക് പുറത്താണെങ്കിലോ നമ്മൾ ആർക്കിടെക്ടിന്റെ കാര്യം കണ്ടോ? അർജുൻ എന്നോട് പറയാ, വിഷ്ണുവിനോട് പറയാം, എന്റെ ലണ്ടനിലുള്ള ഒരു ഡിസൈൻ ചെയ്ത് തരാൻ. ഓക്കെ, ഇന്ത്യയുടെ പുറത്തേക്ക് പോയി. പക്ഷെ ഇന്ത്യയുടെ പുറത്തേക്ക് GST ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഓഫീസ് എവിടെ തന്നെ? തമിഴ്നാടുണ്ടല്ലോ അവിടെ. ക്ലിയർ? ഇനി വരുന്നതാണ് ഒരു വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു കേസാണ്. ആ സ്പെഷ്യൽ ആയിട്ടുള്ള കേസ് നമുക്ക് എന്താ നോക്കാം. ഇവിടെ പറയുന്നത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിലായിട്ടാണ് ഇവന്റ് കൊടുക്കുന്നെങ്കിൽ, പല സ്റ്റേറ്റുകളായിട്ടാണ് ഇവന്റ് കൊടുക്കുന്നെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഓരോ സ്റ്റേറ്റിലേക്കായി വീതിച്ചു കൊടുക്കണം. അപ്പോൾ ഫിലിം അസോസിയേഷൻ തമിഴ്നാട്ടിൽ വന്നിട്ടുള്ളൂ. നമുക്ക് കേരളയിലെ ഫിലിം അവാർഡ്സ് വേണം, തമിഴ്നാട്ടിലെ ഫിലിം അവാർഡ്സ് വേണം, ആന്ധ്രാപ്രദേശിലെ ഫിലിം അവാർഡ്സ് വേണം, കർണാടകയിലെ ഫിലിം അവാർഡ്സും വേണം. അങ്ങനെ ഇതിനൊക്കെ കൂടി ഇവർ കൊടുത്തൊരു 10 കോടിയാണ്.
10 കോടിയെ കൊടുത്തത്. ഈ 10 കോടിയെ ഒന്നില്ലെങ്കിൽ തുല്യമായി വീതിക്കുക, അല്ലെങ്കിൽ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ കോൺട്രാക്ട് പറയുന്ന പോലെ വീതിക്കുക, അല്ലെങ്കിൽ എക്സ്പെൻസിഡ് പറഞ്ഞു കേരളയിലുള്ളതിന് എനിക്ക് 2.8 കോടി, തമിഴ്നാടുള്ളതിന് എനിക്ക് 4.2 കോടി, ആന്ധ്രാപ്രദേശ് 1.5 കോടി, കർണാടകയിൽ 1.5 കോടി. അങ്ങനെ പറയുകയാണെങ്കിൽ അവർ പറയുന്ന വാല്യൂനെ സ്പ്ലിറ്റ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ തുല്യമായിട്ട് വീതിക്കുക, അല്ലെങ്കിൽ കോൺട്രാക്ട് പറയുന്ന പോലെ വീതിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് വീതിക്കുക. ഇനി ഒന്നും പറയുന്നില്ല എന്ന് നോക്കി ഒരു കോമൺ ബേസിസ് എത്തണം. അപ്പൊ കേരള പരിപാടി നോക്കിയപ്പോൾ 2 ദിവസം ഉണ്ടായി, തമിഴ്നാട് നോക്കിയപ്പോൾ 2 ദിവസം ഉണ്ടായി, ആന്ധ്രാപ്രദേശിൽ നോക്കിയപ്പോൾ 3 ദിവസം ഉണ്ടായി, കർണാടകയിൽ നോക്കിയപ്പോൾ 3 ദിവസം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യണം? 10 crore 2:2:3:3 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. 2:2:3:3 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ 2 crore 3 crore എന്ന് പറഞ്ഞു. ക്ലിയർ? മനസ്സിലായോ? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുക, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, അത്രേ പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇനി എന്താ വരുന്നത്? 12/8 വരുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ, മെയിൽ ചെയ്യോ കൊറിയർ ചെയ്യോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്താ തമിഴ്നാട്, ഐ എം അറ്റ് തമിഴ്നാട്. ഞാൻ കൊറിയർ ഓഫീസിൽ പോയി, DTDC എൻ്റെ കുറെ പെട്ടികൾ കൊണ്ടേ കൊടുത്തു. ഈ പെട്ടികളെല്ലാം കൂടെ കൊണ്ടുപോയി എൻ്റെ ബ്രദറിന് കേരളയിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ DTDCയുടെ ഓഫീസ് സേസിൻ തമിഴ്നാട്, അപ്പൊ ഞാൻ തമിഴ്നാട് DTDC ഓഫീസിൽ പോയി അവിടുന്ന് സംഗതി സപ്ലൈ ആണെന്ന് പറഞ്ഞു. അപ്പൊ എവിടെ വരും? പ്ലേസ് ഓഫ് സപ്ലൈ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസാണ്. ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? DTDC ആണ് സപ്ലയർ. സർവീസ് കിട്ടുന്ന ആർക്കാ? എനിക്ക്, തമിഴ്നാടുള്ള എനിക്ക്. ഞാൻ രജിസ്റ്റേർഡ് ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ തമിഴ്നാട് തന്നെ ആയിരിക്കും. ഞാൻ തമിഴ്നാടാണ് രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ രജിസ്ട്രേഷൻ തമിഴ്നാടിലെ വേറെ സ്ഥലമാണെങ്കിൽ എൻ്റെ രജിസ്റ്റേർഡ് അഡ്രസ്സാണ് എപ്പോഴും പ്ലേസ് ഓഫ് സപ്ലൈ. എവിടെയാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഈ ഗുഡ്സ് എവിടെയാ കൊണ്ടുപോയി ഇറക്കി കൊടുക്കുന്നത്? കേരളത്തിലല്ലേ? അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. വേറെവർ ഈ ഗുഡ്സിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു അല്ലെങ്കിൽ പിക്കപ്പ് ചെയ്യുന്നു. എവിടെയാണ് ഈ ഗുഡ്സ്? DTDCയുടെ കയ്യിൽ നിന്നും നമ്മുടെ റെസിപ്പിയന്റിന്റെ ആൾക്കൊണ്ടേ കൊടുക്കുന്നത്. അതായത് എന്റെ ബ്രദർ എവിടെ വെച്ചാണ് ഈ ഗുഡ്സ് കൈപ്പറ്റുന്നത്, ആ കൈപ്പറ്റുന്ന സ്ഥലം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിംഗ് മെയിൽസ് ആൻഡ് കൊറിയർ ആണെങ്കിൽ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെന്ന് നോക്കുക. രജിസ്റ്റേർഡ് സ്ഥലം. ഫോർ എക്സാമ്പിൾ, ഞാൻ കേരളത്തിലിരിക്കുന്നു, DTDC കേരളത്തിൽ, എന്റെ രജിസ്റ്റേർഡ് ഓഫീസ് തമിഴ്നാട്ടിൽ. ഞാൻ പറയുന്നു DTDCക്ക് കുറെ സാധനം കൊണ്ട് കൊടുത്തിട്ട് കർണാടകയിലേക്ക് കൊണ്ട് ഷിപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ രജിസ്റ്റേർഡ് ആണല്ലോ, എന്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെ? തമിഴ്നാട്. അപ്പൊ പ്ലേസ് ഓഫ് പ്ലേ വരാം തമിഴ്നാട്. കാരണം എന്റെ രജിസ്റ്റേർഡ് ലൊക്കേഷൻ അവിടെയാ. ലൊക്കേഷൻ ഓഫ് മൈ രജിസ്റ്റേർഡ് ഓഫീസസ് അറ്റ് തമിഴ്നാടു. ഇനി ഞാൻ അൺരജിസ്റ്റേർഡ് ആയിരുന്നെങ്കിലോ? ഇറ്റ്സ് ഓൾവേസ് അറ്റ് ദ പ്ലേസ് വേർ DTDC ഹാൻഡ്സ് ഓവർ ദ പാക്കേജ്, അല്ലെങ്കിൽ DTDC ഓഫീസിൽ നിന്ന് ആദ്യം പിക്ക് ചെയ്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ. മനസ്സിലായോ? യെസ്. അപ്പൊ എപ്പോഴും ഓർക്കുക അത് രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഈ ട്രെയിനിങ്ങിലും അപ്രൈസലിലെയും ഈ ഇവന്റ് ഓർഗനൈസേഷന്റെ കാര്യത്തിലുള്ള പോലെ. ഓക്കെ, ഇനി യെസ്, 9th one ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ 8 ആണെങ്കിൽ 9 പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണ് ആൾക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്നത്. അത് ഇതേപോലെ തന്നെയാണ്. റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ് അഡ്രസ്, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ ഇവിടെ എന്തായിരുന്നു അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ പറഞ്ഞത് എവിടെയാണ് ഗുഡ്സ് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ളതല്ലേ. അപ്പൊ ഇവിടെയാണെങ്കിൽ അത് ആ കണക്കിനാണെങ്കിൽ റെസിപ്പിയന്റിനെ എവിടെയാണ് കൊണ്ട് ഇറക്കി വിടുന്നത് എന്നുള്ളതല്ലേ വരണ്ടേ. അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തു കർണാടകയിൽ നിന്ന് തമിഴ്നാട് വരെ പോകാൻ. തമിഴ്നാട് പോകാനാണെങ്കിൽ എവിടെ തന്നെ ഇറക്കുന്നത്? തമിഴ്നാട്ടിലാണ് പോകുന്നത്. ഈ കണക്കിനാണെങ്കിൽ തമിഴ്നാട് ഇവിടെ വന്നാണ്. പക്ഷെ അല്ല, ഇവിടെ നോക്കണത് എവിടെന്നാ വണ്ടി കയറുന്നത് എന്നുള്ളതാണ്. പ്ലേസ് ഓഫ് എംബാർക്കേഷൻ ഓഫ് കണ്ടിന്യൂസ് ജേർണി, എവിടെയാണ് വണ്ടി കയറുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, എവിടെയാണ് വണ്ടിയിൽ കയറുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് വൺ സ്പെഷ്യൽ സാധനം. ഇതെന്താ അറിയോ? ഈ മെട്രോ കാർഡൊക്കെ ഇല്ലേ, റൈറ്റ് ടു പാസേജ്. നമ്മളൊരു കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മെട്രോയിൽ എവിടെ വേണമെങ്കിൽ കയറാം, എവിടെ ചെന്ന് തുടങ്ങാം. അങ്ങനെയുള്ള വലിയ കാർഡുകളുണ്ട്. വലിയ കാർഡല്ല, ഐ മീൻ ഈ സ്പെഷ്യൽ കാർഡ്സ് ഉണ്ട്, സ്പെഷ്യൽ കാർഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ കാർഡ്സ് ഉണ്ടെങ്കിൽ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? അപ്പൊ ഞാൻ ഇന്ന് മെട്രോ ഇവിടെ ഒരു പോയിന്റ് ചെയ്യുന്ന ഇറങ്ങി, ബി പോയി ഇറങ്ങി, സിന്ന് കയറി ഡിയിൽ ഇറങ്ങി, അടുത്ത ദിവസം വൈന്ന് കയറി ഇസിറ്റി പോയി ഇറങ്ങി. ഇപ്പൊ എവിടെയാ? പൊതുവെ പറയുന്നത് എന്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയോ അവിടെയാണ് വരേണ്ടതെന്നാ. ഇനി അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ ഞാൻ എവിടെ നിന്ന് കയറുന്നു അവിടെയാന്നുള്ളതാ. യെസ്. പക്ഷെ ഇങ്ങനെ ഞാൻ തോന്നുമ്പോ കയറി തോന്നുമ്പോ ഇറങ്ങി പോകുന്നതാണെങ്കിലോ എന്ത് ചെയ്യും? കണ്ടുപിടിക്കാൻ പറ്റില്ല 12/9 എന്ത് ചെയ്യും? നമ്മൾ 12/2 പോകും. 12/2 എന്താ പറയുന്നത്? ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ എന്റെ രജിസ്റ്റേർഡ് അഡ്രസ്. അൺരജിസ്റ്റേർഡ് ആണോ? എന്റെ എന്തെങ്കിലും അഡ്രസ് കയറേണ്ടോ? അത് ഇനി എന്റെ അഡ്രസ് ഇല്ലേ എന്നാ മെട്രോന്റെ സ്ഥലം അവിടെ. ക്ലിയർ? 12/9 പറയുന്നത് തീരാറായല്ലേ? ഇനി 12/10 എന്താ പറയുക? ഓൺ ബോർഡ് സർവീസ്. നമ്മൾ ഗുഡ്സിന്റെ കാര്യം കണ്ടില്ലേ? ഏതാ ഗുഡ്സിന്റെ കാര്യം? നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഞാൻ തല്ലിപ്പോൾ ഫ്ലൈറ്റ് ഒക്കെ ഒന്ന് വരച്ചത്. ഫ്ലൈറ്റ് വരച്ച എങ്ങനെയായിരുന്നു? ഞാൻ ഇതൊക്കെ വരച്ചല്ലേ? ഇങ്ങനെ പേപ്പർ പ്ലെയിൻ പോലും ഉണ്ടാവും. ഓക്കെ, ദിസ് ഇസ് മൈ ഫ്ലൈറ്റ്. ഓക്കെ, ദിസ് ഇസ് എ ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റ് കേരളയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് തമിഴ്നാട് എത്തി.
ഡൽഹി എത്തി. ഓക്കെ, ഡൽഹി എത്തി. അപ്പം ഞാൻ ഇവിടെ നിന്ന് കയറി. യെസ്, ഫ്ലൈറ്റ് കയറി തൊപ്പിൽ വെച്ചേക്കട്ടെ, സ്റ്റൈലായിട്ട് പോവാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഫ്ലൈറ്റിൽ കയറി തമിഴ്നാട് നിന്ന് കയറി ഡൽഹിയിലേക്ക് വേണ്ടി ബോംബെ എത്തിയപ്പോൾ സിനിമ കാണണം. ഫ്ലൈറ്റിൽ വെച്ച് സിനിമ കാണാം, 100 രൂപ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ 100 കൊടുത്ത് സിനിമ കണ്ടു. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ? സർവീസിൻ്റെ സിനിമ നമുക്ക് കാണാൻ തന്നെ സർവീസ് അല്ലേ. പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്? അപ്പോൾ ഒരു 100 രൂപയ്ക്ക് എന്നെ സിനിമ കാണാൻ സമ്മതിച്ചു. പ്ലേസ് സപ്ലൈ എവിടെ? ഇത് മുംബൈയിലാണ്. എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ? ഗുഡ്സ് ആണ് ഈ പറയുന്നത്. എവിടെ വെച്ചാണ് സിനിമ ഫ്ലൈറ്റിലേക്ക് കയറ്റിയത്, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന്. സിനിമ എവിടെ വെച്ച് കയറ്റിയതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. എന്താ വരിക എന്ന് പറയുന്നത് ഇങ്ങനത്തെ കേസിൽ വരുന്നത് ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഫസ്റ്റ് ഷെഡ്യൂൾഡ് പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ. ഈ ഫ്ലൈറ്റ് എവിടെ നിന്നാണ് ആദ്യം എടുത്തത് അത്. അപ്പോൾ നമ്മുടെ കേസിൽ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കേരള, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. മനസ്സിലായോ? യെസ്, അതാണ് ഇവിടുത്തെ കേസ്. ക്ലിയർ? ഇപ്പൊ സർവീസിനാണെങ്കിൽ എപ്പോഴും ഓർക്കുക, എവിടെ നിന്നാണോ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ. തമിഴ്നാട് വെച്ച് കുറച്ച് ഫുഡ് കയറ്റി. ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ട് കുറച്ച് ഫുഡും വേണമെന്ന് പറഞ്ഞു. ഫുഡിന്റെ പ്ലേസ് സപ്ലൈ എന്താവും? കേരള ആയിരിക്കോ? സ്റ്റാർട്ടിംഗ് ആയിരിക്കോ? അല്ല, ഫുഡ് എവിടെ നിന്ന് കയറ്റി ആ സ്ഥലം. ഗുഡ്സിന്റെ കേസിൽ എവിടെയാണോ ഫ്ലൈറ്റിൽ അത് കയറ്റുന്നത് അവിടെ നിന്ന്. സർവീസിന്റെ കേസിൽ ഫ്ലൈറ്റ് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന്. പിന്നെ എടുത്ത് പറയാ, സ്റ്റുഡൻസിന് നല്ലപോലെ കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണ്. ഓൾവേസ് റിമെമ്പർ, സർവീസ് ആണ് ഓൺ ബോർഡെങ്കിൽ ഫ്രം വേർ ദ ഫ്ലൈറ്റ് സ്റ്റാർട്ട്സ്, ഷെഡ്യൂൾഡ് പോയിന്റ് ഓഫ് ഫസ്റ്റ് ഡിപ്പാർച്ചർ. അത് ഫസ്റ്റ് ഷെഡ്യൂൾഡ് പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ. അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഗുഡ്സിന്റെ കേസിലോ പ്ലേസ് ഓഫ് ബോർഡിങ്. എവിടെ നിന്നാണോ ഫുഡ് പ്ലെയിനിൽ കയറ്റുന്നത്, എവിടെ നിന്നാണോ വാച്ച് പ്ലെയിനിൽ കയറ്റുന്നത് അത്. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? അതുകൊണ്ട് ക്വിക്ക്ലി സമ്മറൈസ് ചെയ്യാം ഇത്രയും പഠിച്ചത്. 3 ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ അവിടെ. ഓക്കെ, നമുക്ക് എഴുതി പോവാം. നമ്മളിപ്പോൾ പഠിച്ചത് 12ന്റെ 3 എന്ന് കണ്ടു. 1 കൂടെ കിടക്കട്ടെ. 3 ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബോട്ട് അല്ലേ, അതെവിടെയാണോ അവിടെ. ഇപ്പൊ ലൊക്കേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയും. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. ഇനി 4ാമത്തിൽ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ കണ്ടത് മറ്റേ റെസ്റ്റോറന്റ്, കോസ്മെറ്റിക്സ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ഫിറ്റ്നസ്, അതൊക്കെയാണല്ലോ കണ്ടേ. പെർഫോമൻസ് ബേസ്ഡ് സർവീസ്. അങ്ങനെയുള്ള എവിടെയാ? പ്ലേസ് ഓഫ് പെർഫോമൻസ് ആണ്. എവിടെയാണോ പെർഫോമൻസ് ചെയ്യുന്നത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഒരു ബ്യൂട്ടീഷ്യൻ, ഇപ്പൊ ഒരു മുംബൈയിലുള്ള ഒരാളുടെ കല്യാണത്തിന് കേരളയിൽ നിന്ന് ബ്യൂട്ടീഷ്യൻ പോയി. അപ്പൊ കേരളയിലാണ് ബ്യൂട്ടീഷ്യന്റെ രജിസ്റ്റേർഡ് അഡ്രസ്. അപ്പൊ ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡ് എക്സാമ്പിൾ ഞാൻ തരാം. ഓക്കെ, ഇയാള് ഗോവക്കാരൻ. ഇയാളുടെ ഇയാളുടെയും വൈഫിന്റെയും മാരേജ് മഹാരാഷ്ട്രയിൽ. ഇയാളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കേരള. ഇയാള് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മേക്കപ്പ് ചെയ്യണം, നിങ്ങൾ എനിക്ക് മേക്കപ്പ് ഇട്ട് തരണം, നിങ്ങൾ മഹാരാഷ്ട്ര എന്നിട്ട് മേക്കപ്പ് ഇട്ടുക. ഓക്കെ, ബില്ലിംഗ് അങ്ങോട്ട് പോണേ, ഗോവയിലേക്കാണ് പോണേ, പേയ്മെന്റും ഗോവയെന്ന് തന്നെ. പക്ഷെ പ്ലേസ് സപ്ലൈ ഏതാ? മഹാരാഷ്ട്ര. എവിടെയാണ് പെർഫോം ചെയ്യുക എവിടെ ചെന്ന് മേക്കപ്പ് ഇട്ട് മഹാരാഷ്ട്രയിൽ ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ. ഇനി 5 എന്താ കണ്ടേ? നമ്മുടെ ട്രെയിനിങ്ങും അപ്രൈസലും. അതായത് ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. ഞാൻ GST ട്രെയിനിങ് കൊടുക്കുന്നു, ടാക്സ് ട്രെയിനിങ് കൊടുക്കുന്നു. അങ്ങനെ എന്താ നോക്കണ്ടേ? രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ അല്ലയോ? രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ, ആ രജിസ്റ്റേർഡ് അഡ്രസ് എവിടെയാണ്. അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവിടെ വരും പ്ലേസ് ഓഫ് പെർഫോമൻസ്, എവിടെയാണ് സർവീസ് കൊടുക്കുന്നത് അവിടെ. ഇനി 6ൽ നമ്മൾ എന്ത് കണ്ടു? 6ൽ നമ്മൾ കണ്ടത് അഡ്മിഷൻ ടു ഈവന്റ്സ് ആൻഡ് പാർക്സ്. ഈവന്റ് പാർക്ക് അഡ്മിഷൻ. അവിടെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഓൾവേസ് പ്ലേസ് ഓഫ് ഈവന്റ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് പാർക്ക് അല്ലെങ്കിൽ ഈവന്റ് എവിടെയാണോ അവിടെ. 7ൽ നമ്മൾ കണ്ടു ഓർഗനൈസിംഗ് ഓഫ് ഈവന്റ്സ്. ഇതിന്റെയൊക്കെ ഓർഗനൈസിംഗ്. അങ്ങനെയാണെങ്കിൽ എന്താ നോക്കണ്ടേ? രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ നമ്മുടെ സർവീസ് കിട്ടുന്നത്? അങ്ങനെയാണ് ലൊക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ നമ്മൾ എവിടേക്കാണോ ഈവന്റ് നടത്തുന്നത്, ലൊക്കേഷൻ ഓഫ് ഈവന്റ് എവിടേക്കാണോ, അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് പാർക്ക് എവിടേക്കാണോ അവിടെ. ഓക്കെ, ഇനി 8ാമതിൽ നമ്മൾ എന്താ കണ്ടത്? എട്ടാമത് വാസ് ഐ തിങ്ക് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. കറക്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. നമ്മുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ടിംഗ് സർവീസ് മേടിക്കുന്ന ആൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ. ഇയാൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ പോയിന്റ് ഓഫ് ഡ്രോപ്പ് ഓഫ് പോയിന്റ്. എവിടെ നിന്നാണ് ഗുഡ്സ് അവസാനമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത്? ഡ്രോപ്പ് ഓഫ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ പോയിന്റ്. പിക്കപ്പ് പോയിന്റ് എന്നൊക്കെ പറയാം. ഹാൻഡ് ഓവർ ഓർ പിക്കപ്പ് പോയിന്റ്. എവിടെ നിന്നാണ് ഗുഡ്സ് ഒന്ന് എടുക്കുന്നത്, അത് എവിടെ നിന്നാണ് നമ്മുടെ ഷിപ്മെന്റ് തീരുന്നത് അവിടെ. ഇനി 9 എന്താ നമ്മൾ കണ്ടേ? പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ, ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ.
ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷനിൽ സിമ്പിൾ ആണ്. രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ. അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഡ്രോപ്പ് ഓഫ് പോയിന്റ് അല്ല, എവിടെ നിന്നാണ് വണ്ടി കയറുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ്, ജേർണി സ്റ്റാർട്ടിംഗ് പോയിന്റ്, എവിടെ നിന്നാണ് വണ്ടി കയറുന്നത് അവിടെ. യെസ്, പ്ലേസ് ഓഫ് അങ്ങനെ എംബാർക്കേഷൻ പോയിന്റ്. സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ ശരിയാവില്ല, ഫ്ലൈറ്റ് സ്റ്റാർട്ടേഴ്സിലേക്ക് പോകും. എംബാർക്കേഷൻ പോയിന്റ്, എംബാർക്കേഷൻ. ഓ സ്പെല്ലിംഗ് കിട്ടിയല്ലോ. ഇതാണ് സ്പെല്ലിംഗ്. എംബാർക്കേഷൻ പോയിന്റ്. ഇനി അവസാനത്തെ നമ്മൾ എന്താ 10 കണ്ടു. 10 എന്തായാലും ഓൺ ബോർഡ് സർവീസ്. ഓൺ ബോർഡ് സർവീസ് ആണെങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂൾഡ് പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ. ഫ്ലൈറ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അത്. 3 to 10 നമ്മൾ കണ്ടു. ഇനി വളരെ കുറച്ചുള്ളൂ, 11, 12, 13, 14 കൂടി ഉള്ളത് നമുക്ക് നോക്കാം. 11, 12, 13, 14. ഓൺ ബോർഡ് സർവീസ് ആണെങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂൾ പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ. 11 ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്. അത് നമ്മുടെ ഐഡിയ, വോഡഫോൺ, BSNL, എയർടെൽ അവരുടെ പരിപാടി. അവർ നമുക്ക് ഫിക്സ്ഡ് ലൈൻ, അത് കേബിൾ, ഡിഷ് അങ്ങനെ വലുതാ പിടിപ്പിച്ചിരുന്നെങ്കിൽ ഡിഷ് അത് എവിടെ വെച്ചേക്കണേ അവിടെ. ഇപ്പൊ എവിടെയാണ് ഡിഷ് അല്ലെങ്കിൽ എവിടെയാണ് ഫിക്സ്ഡ് ലൈൻ, എവിടെയാണ് സർക്യൂട്ട് വെച്ചേക്കണേ അവിടെ. ഇനി പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആണെങ്കിലോ നമുക്ക് ഡിഷ് ഒന്നും വേണ്ട, അങ്ങനൊന്നും വേണ്ട. പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ നമ്മൾ എടുത്തേക്കണേ, ഫോൺ എടുത്തു, നമ്മുടെ അഡ്രസ് എവിടെ കൊടുത്തേക്കണേ അത് ബില്ലിംഗ് അഡ്രസ്, നമുക്ക് എവിടെയാണ് ഐഡിയ ബില്ല് അയച്ചേരണേ അവിടെ. പ്രീപെയ്ഡ് ആണെങ്കിലോ ഇന്നത്തെ കാലത്ത് ഈ പ്രീപെയ്ഡ് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ അല്ല. പണ്ട് ഈ വൗച്ചറൊക്കെ വെച്ച് സ്ക്രാച്ച് ചെയ്ത് നാണയം വെച്ച് സ്ക്രാച്ച് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ കൂപ്പണൊക്കെ എടുക്കുമായിരുന്നു. അപ്പൊ പ്രീപെയ്ഡ് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ പ്രീപെയ്ഡ് എങ്ങനെയാ വന്നത്, ഒരു സെല്ലിംഗ് ഏജന്റ് വഴിയാണ് വന്നത്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അപ്പൊ എയർടെലിന്റെ ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ് നടത്തുന്നത്. എയർടെലിന്റെ പ്രീപെയ്ഡ് കണക്ഷൻ എടുക്കുന്ന എയർടെൽ ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ്. അങ്ങനെയെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഓഫീസ് എവിടെ, ഏജന്റിന്റെ ഓഫീസ് എവിടെ. ഇനിയല്ല, നിങ്ങളൊരു കടയിൽ പോയി നിങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്തു, നിങ്ങൾ ഫൈനൽ സബ്സ്ക്രൈബർ അല്ലേ, കടയിൽ ചെന്നു ഫോൺ റീചാർജ് ചെയ്തു അല്ലേ, അങ്ങനെയാണ് ആ കട. വേർ പേയ്മെന്റ് റിസീവ്ഡ്, പ്രീപേയ്മെന്റ് എന്നുള്ള വാക്കുണ്ടോ, വേർ പേയ്മെന്റ് റിസീവ്ഡ്, എവിടെ വെച്ചാണ് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നത്, റീചാർജ് ചെയ്യാനുള്ള പേയ്മെന്റ് കിട്ടുന്നത് അത് ക്ലിയർ. ഇനി ഇന്റർനെറ്റ് ബാങ്കിങ്, നിങ്ങൾ Paytm വഴി ഫോൺ റീചാർജ് ചെയ്തു, വെരി സ്പെഷ്യൽ ഐറ്റം. നിങ്ങൾ Paytm വഴി ഫോൺ റീചാർജ് ചെയ്തെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ പ്ലേസ് ഓഫ് സർവീസ് സപ്ലൈ. ഇപ്പൊ Paytmന്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഡൽഹി ആയിരിക്കും. നിങ്ങൾ Paytm വഴി നിങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്തു, നിങ്ങൾക്ക് കൊച്ചിയിൽ ഇരുന്നിട്ട്, അപ്പൊ നിങ്ങളുടെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ ആയിരിക്കും, നിങ്ങൾക്ക് എവിടെയാണ് Paytm സർവീസ് ഡെലിവറി ചെയ്ത് തരുന്നത്, കൊച്ചിയിലല്ലേ. അഡ്രസ് ഓഫ് റെസിപ്പിയന്റ് കറക്റ്റ്, അത്രേ ഉള്ളൂ. യെസ്. ആൻഡ് ഫൈനലി എനി അതർ കേസ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും രീതിയിലാണ് നമ്മുടെ ഫോൺ റീചാർജോ അല്ലെങ്കിൽ ഇതിലൊന്നും പറയുന്ന രീതിയിലല്ല ഫോൺ റീചാർജ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പൊതുവെ എന്താ നമ്മുടെ അഡ്രസ്സ് ഈ എയർടെലിന്റെ കയ്യിലോ വോഡഫോണിന്റെ കയ്യിലുണ്ടോ എന്ന അഡ്രസ്സ്. ഇനി അഡ്രസ്സും ഇല്ലേ, എയർടെലിന്റെ ഓഫീസ് എവിടെയാണോ അവിടെ. ഇനി ലാസ്റ്റ് വൺ, ഇഫ് ലീസ്ഡ് സർക്യൂട്ട് ഇസ് ഇൻസ്റ്റാൾഡ് ഇൻ മോർ ദാൻ 1 സ്റ്റേറ്റ്. ഇതെന്താ അറിയോ, ചില കമ്പനികൾ തമ്മിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കൊണ്ട് ഈ സർക്യൂട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ ഇപ്പൊ എന്റെ ഓഫീസ് കേരളത്തിൽ, എന്റെ ഓഫീസ് തമിഴ്നാട്ടിൽ, ഈ രണ്ടും കൂടെ കണക്ട് ചെയ്ത് സർക്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, 2 സ്ഥലത്തും പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ടെന്ന് തീരുമാനിച്ചിട്ട് ഈക്വലന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ തമിഴ്നാട് എനിക്ക് ഒരു സർക്യൂട്ട് പോയിന്റ് ഉണ്ട്, കേരളത്തിൽ എനിക്കൊരു സർക്യൂട്ട് പോയിന്റ് ഉണ്ട്. വരച്ച് കാണിച്ചത് അതായിരിക്കും ബെറ്റർ. സോ ദിസ് ഇസ് മൈ ഓഫീസ് ഇൻ തമിഴ്നാടു. ഇതെന്റെ തമിഴ്നാടിലുള്ള ഓഫീസ്, ഇതെന്റെ കേരളയിലുള്ള ഓഫീസ്. ഇവിടെ ഒരു സർക്യൂട്ട് പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് റൺ ചെയ്യണത്. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ഞാൻ മൊത്തം എയർടെലിന് കൊടുത്തത് 10 കോടി കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ 10 കോടിയെ 1:1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ നോക്കി, ഇവിടെ തമിഴ്നാടുവിൽ 2 പോയിന്റ്, 3 പോയിന്റ് ഇരിക്കട്ടെ, കേരളയിൽ 1 പോയിന്റ്. അങ്ങനെയെങ്കിൽ 3:1 എന്നുള്ള റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യണം. നമ്പർ ഓഫ് പോയിന്റ്സിന്റെ ബേസിസിൽ സ്പ്ലിറ്റ് ചെയ്ത് വേണം കണ്ടുപിടിക്കാം. സോ പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ ഈച്ച് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷൻ ഓഫ് വാല്യൂ ഓർ ആസ് പെർ കോൺട്രാക്ട് ഓർ ആസ് പെർ റൂൾ 6. റൂൾ 6 എന്താ പറയുന്നത്, നമ്പർ ഓഫ് സർക്യൂട്ട് പോയിന്റ്സിന്റെ ബേസിസിൽ. ക്ലിയർ. ഇനി നെക്സ്റ്റ് 12 ഫിനാൻഷ്യൽ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കിംഗ് സർവീസസ്. ഈ ഷെയർ ഖാനൊക്കെ ഇല്ലേ, ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ സ്റ്റോക്സ്, അങ്ങനെ പല പാർട്ടീസില്ലേ ഷെയർ ബ്രോക്കിംഗ്, സ്റ്റോക്ക് ബ്രോക്കിംഗ് സർവീസസ് തരുന്നത്. അങ്ങനത്തെ ആൾക്കാരുടെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഇരുന്നിട്ട് അവരുടെ അടുത്ത് ഷെയർ ഖാൻ വഴി സർവീസസ് നേടുകയാണ്. ഷെയർ മേടിക്കുന്ന GST വരില്ല, പക്ഷേ ഈ ഷെയർ ഖാന്റെ സർവീസസിന് GST വരുമല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ എന്താ വരുന്നത്, എന്റെ അഡ്രസ് എവിടെയാണോ അവിടെ. ഇനി എന്റെ അഡ്രസ് ഇല്ലേ, ലൊക്കേഷൻ ഓഫ് സപ്ലയർ, ഷെയർ ഖാന്റെ ഓഫീസ് എവിടെ അവിടെ. യെസ്. ഇനി 13 എന്താ, ഇൻഷുറൻസ് സർവീസ്. ഞാൻ ഇൻഷുറൻസ് എടുത്തു, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്തു, കാർ ഇൻഷുറൻസ് എടുത്തു, ബിൽഡിംഗ് ഇൻഷുറൻസ് എടുത്തു, പല ഇൻഷുറൻസ് എടുത്തു. അപ്പൊ ഇൻഷുറൻസ് കമ്പനി എവിടെ സർവീസ് തരുന്നത്, ഇൻഷുറൻസ് കമ്പനി സർവീസ് തരുന്നത് നോക്കണം. ഞാൻ രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ്, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ എന്റെ അഡ്രസ്സിലാണ് ഇൻഷുറൻസ് കമ്പനിക്ക് അഡ്രസ്. ഇപ്പൊ ഇവിടെ അഡ്രസ് ഇല്ലാത്തൊരു കേസ് വരില്ല. കാരണം എന്താ, അഡ്രസ് ഇല്ലാത്തൊരു ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുറൻസ് പോളിസി എനിക്ക് അയച്ചു തരാൻ പറ്റില്ലല്ലോ. യെസ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ, ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം, അഡ്വർടൈസ്മെന്റ് സർവീസസ് ടു സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി ഓർ എനി സ്റ്റാറ്റ്യൂട്ടറി ബോഡി മെന്റ് ഫോർ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. ഇത് ഗവൺമെന്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് തരുന്നു. പക്ഷേ ഗവൺമെന്റ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, എന്റെ ക്ലീൻ സ്വച്ഛ് ഭാരത്തിന്റെ പരസ്യം, ഞാനൊരു അഡ്വർടൈസ്മെന്റ് ഏജൻസി,
ഞാനൊരു അഡ്വർടൈസ്മെന്റ് ഏജൻസി. ഓക്കെ, ആഡ് ഏജൻസി. ഗവൺമെന്റ് വന്നിട്ട് പറഞ്ഞു സ്വച്ഛ് ഭാരത്തിന്റെ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ എല്ലാ സ്റ്റേറ്റ്സ്, കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, കർണാടക, ഗോവ, ഈ 5 സ്റ്റേറ്റിൽ വലിയ ബോർഡ് വെച്ച് സ്വച്ഛ് ഭാരത്തിന്റെ വെക്കണം എന്ന് പറഞ്ഞു. കേരളയിൽ ആകെ 4 ബോർഡ് വെച്ചു, തമിഴ്നാട്ടിൽ 4 ബോർഡ്, ആന്ധ്രാപ്രദേശിൽ 5 ബോർഡ്, 12 ബോർഡ് വെച്ചു ഗോവയിൽ. ഓക്കെ, ചുമ്മാ ഞാൻ റാൻഡം ഫിഗർ ഇട്ടാട്ടോ. ഗവൺമെന്റിന് എനിക്ക് തോന്നി 10 കോടി വന്നു. ഞാൻ എവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്തത്? ഈ ആഡ് ഏജൻസി എവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്തത്? ഞാൻ കേരളയിലുള്ളതായിരിക്കും. ഞാൻ എവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്തത്? കേരളയിൽ പ്രൊവൈഡ് ചെയ്തു, തമിഴ്നാട് പ്രൊവൈഡ് ചെയ്തു, ആന്ധ്രാപ്രദേശ് പ്രൊവൈഡ് ചെയ്തു, കർണാടക പ്രൊവൈഡ് ചെയ്തു, ഗോവ പ്രൊവൈഡ് ചെയ്തു. എങ്ങനെ? 4:5:5 റേഷ്യോയിൽ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഈ കേരള ടു കേരളയ്ക്ക് ഞാനിവിടെ CGST ആൻഡ് SGST വരും. ബാക്കി എല്ലായിടത്തും എനിക്ക് IGST വരും. കാരണം എന്താ? എൻ്റെ സ്ഥലം കേരളയും, പ്ലേസ് സപ്ലൈ ഔട്ട് ഓഫ് കേരളയും അല്ലേ, IGST വരും. മനസ്സിലായോ? അത്രേ ഉള്ളൂ സംഗതി. യെസ്, കുറച്ചധികം കാര്യങ്ങൾ കണ്ടല്ലേ. ഇനി നമുക്ക് നമ്മുടെ ബുക്കിലേക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. ബുക്കിലേക്ക് നോക്കാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ എന്താ കണ്ടേ? ദ പ്ലേസ് സപ്ലൈ സർവീസ് ഷാൽ ബി ദ ലൊക്കേഷൻ അറ്റ് വിച്ച് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബോട്ട് ഇസ് ലൊക്കേറ്റഡ് ഓർ ഇന്റൻഡഡ് ടു ബി ലൊക്കേറ്റഡ്. യെസ്, അപ്പൊ എവിടെയാണോ ഈ ബോട്ട് അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അവിടെയാണ് സ്ഥലം. ഹൗവർ വെദർ ദി പ്രോപ്പർട്ടി ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇസ് ലൊക്കേറ്റഡ് ഇൻ മോർ ദാൻ 1 സ്റ്റേറ്റ്, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ പല സ്റ്റേറ്റിലായിട്ട് കൊടുത്തതായിട്ട് കാണണം, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ഒന്നില്ലെങ്കിൽ എത്ര വാല്യൂ കളക്ട് ചെയ്തു, അല്ലെങ്കിൽ കോൺട്രാക്റ്റിലുള്ള എഗ്രിമെന്റ് പ്രകാരം. ഇനി അങ്ങനെ കോൺട്രാക്ട് ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേസിസ് ഉണ്ടാകും, നമുക്ക് ആ റൂൾ പ്രകാരം കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ഒന്നിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആർക്കിടെക്ട്സ്, ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ്, എഞ്ചിനീയേഴ്സ്, അവരുടെ കാര്യമാവാം. ഹോട്ടലിലെ താമസം, ഗസ്റ്റ് ഹൗസ്, ഒരു ഹോം സ്റ്റേ അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളാവാം. കൾച്ചറൽ ഈവന്റ്സ്, കല്യാണം, അങ്ങനത്തെ പരിപാടി, ഈവന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യേണ്ടതാവാം ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ. എന്ത് വേണേലാവാം അല്ലേ? അതായത് ഈവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന മാരേജ് ഫംഗ്ഷൻ, ഒരു ഹാളിൽ, അത് ഇവന്റ് ഓർഗനൈസ് ചെയ്യല്ല, പറഞ്ഞില്ല, ഇപ്പൊ ഇവന്റ് ഓർഗനൈസ് ചെയ്യല്ല, പ്രോപ്പർട്ടി എടുക്കുന്ന ഹോളിൽ ഫംഗ്ഷൻ നടത്തുന്നു. ഇനി അതിനുള്ള ആൻസിലറി പരിപാടി ആവാം, ഹോൾ എടുത്ത് അവിടെ ഫുഡ് കൊടുത്തു, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓർ ബോട്ട് ഓർ വെസൽ ലൊക്കേറ്റഡ് ഓർ ഇന്റർവ്യൂ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലോ? ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ എന്ത് പറയും? ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. ഇപ്പൊ അർജുനോട് വിഷ്ണു പറയാ, എടാ വിഷ്ണു ആർക്കിടെക്ടെ, എന്റെ ഇവിടെ ലണ്ടനിലാണ്, ഞാൻ കേരളത്തിലാണ്, പക്ഷെ എന്റെ ഇവിടെ ലണ്ടനിലാണ്, നീ എന്റെ ലണ്ടനിൽ ഇവിടുന്ന് ഡിസൈൻ ചെയ്തതാ. അപ്പോ വിഷ്ണു ഇന്ത്യക്ക് പുറത്ത് സർവീസ് കൊടുത്തു, പ്ലേസ് ഓഫ് സപ്ലൈ ഇന്ത്യക്ക് പുറത്താന്നല്ല. അർജുന എവിടെയാ? കേരളത്തിലുണ്ടല്ലോ. അത് ഇനി റെസ്റ്റോറന്റ്, കേറ്ററിംഗ്, പേഴ്സണൽ ഗ്രൂമിംഗ് എല്ലാം ഉണ്ട്, പ്ലാസ്റ്റിക് സർജറി ഒക്കെ കണ്ടില്ല. എവിടെയാ? അപ്പോ പ്ലേസ് ഓഫ് പെർഫോമൻസ്. ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ, രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അല്ല രജിസ്റ്റേർഡ് ഓഫീസർ. രജിസ്റ്റേർഡ് അല്ലെങ്കിലോ എവിടെയാണോ പെർഫോമൻസ് അവിടെ. ഇനി ഈവന്റ്, മ്യൂസിക് പരിപാടി, പാട്ട് പരിപാടി, ഡാൻസ് പരിപാടി, IPL, വാട്ട് എവർ ഇറ്റ് ഇസ്, വീഗാലാൻഡ്, എന്ത് വേണേലും ആയിക്കോട്ടെ, അങ്ങനത്തെ പരിപാടികൾക്ക് എവിടെയാണോ പാർക്ക്, എവിടെയാണോ ഈവന്റ്, അത്. യെസ്, ഇനി ഈവന്റ് ഓർഗനൈസ് ചെയ്യല്, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ, ഈവന്റ് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് അഡ്രസ്. രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ എന്ന് എവിടെയാണ് ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത് അവിടെ. ഇനി ഇവന്റ് ഇന്ത്യക്ക് പുറത്താണെങ്കിലോ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. സിമ്പിൾ അല്ലേ? യെസ്. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ നോക്കണ്ടേ? രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അയാളുടെ അഡ്രസ്. ഇപ്പൊ ഞാൻ തമിഴ്നാട് രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ട്, ഞാൻ തമിഴ്നാട് നിന്ന് എന്റെ ഗുഡ്സ് DTDCയോട് പറയാം കേരളത്തിൽ കൊണ്ടേ കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ രജിസ്റ്റേർഡ് അല്ല തമിഴ്നാട്, പ്ലേസ് ഓഫ് സപ്ലൈ തമിഴ്നാട് തന്നെയാണ്. ഇനി രജിസ്റ്റേർഡ് അല്ലെങ്കിലോ DTDC എവിടെയാ കൊണ്ടേ ഗുഡ്സ് ഇറക്കി കൊടുക്കണേ, എവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്, ആ ഹാൻഡ് ഓവർ ചെയ്യുന്ന സ്ഥലം കേരളത്തിൽ കൊണ്ടേ ഇറക്കി കൊടുക്കുന്നത്. സോ ദർ. ഇനി പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ, രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നമുക്കറിയാം അയാളുടെ അഡ്രസ് എവിടെയാണോ അവിടെ. രജിസ്റ്റേർഡ് അല്ലെങ്കിലോ എവിടെ നിന്ന് വണ്ടിയിൽ കയറുന്നു, ഷാൽ ബി പ്ലേസ് വെയർ പാസഞ്ചർ എംബാർക്കേഷൻ നടക്കുന്നത്. ഇനി സർവീസസ് ഓൺ ബോർഡ് ആണെങ്കിലോ, സർവീസസ് ഓൺ ബോർഡ്, ഗുഡ്സ് ഓൺ ബോർഡ് ആണെങ്കിൽ എവിടെ നിന്ന് ഗുഡ്സ് കയറ്റുന്നു എന്നുള്ളതായിരുന്നു. സർവീസ് ഓൺ ബോർഡ് ആണല്ലോ, സിനിമ കാണണം തിയേറ്ററിൽ, ഫ്ലൈറ്റിൽ നിന്നിട്ട്. ഫസ്റ്റ് ഷെഡ്യൂൾ പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ. യെസ്, അവനെ 10 വരെയുള്ളത് കഴിഞ്ഞു, 10 വരെയുള്ളത് കഴിഞ്ഞു. ഇനി ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ്റെ ഫിക്സഡ് ലൈൻ, ഡിഷ്, ലീസ്ഡ് സർക്യൂട്ട്, അങ്ങനത്തെ സാധനം ആന്റിനയൊക്കെ വെച്ചാണെങ്കിൽ എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ, എവിടെയാണോ ആ സാധനം, ലൊക്കേഷൻ ഓഫ് ദ ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ, ലൊക്കേഷൻ ഓഫ് സർക്യൂട്ട്, ലൊക്കേഷൻ ഓഫ് കേബിൾ, ലൊക്കേഷൻ ഓഫ് ഡിഷ്, അത് എവിടെയാണോ അവിടെ. ഇനി പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആണെങ്കിലോ ബില്ലിംഗ് അഡ്രസ്. യെസ്. ഇനി എന്താണ് പ്രീപേയ്മെന്റ് ബേസിൽ, പ്രീപെയ്ഡ് ആണെങ്കിലോ, പ്രീപെയ്ഡ് ആണെങ്കിൽ നമ്മൾ എന്താ കണ്ടേ, ഒന്നില്ലെങ്കിൽ ഏജന്റ് വഴിയോ ഡിസ്ട്രിബ്യൂട്ടർ വഴിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അഡ്രസ് ഓഫ് ദി സെല്ലിംഗ് ഏജന്റ്. ഇനി അല്ല ഫൈനൽ സബ്സ്ക്രൈബർ, നിങ്ങൾ പോയി മേടിക്കുകയാണ്, അങ്ങനെയാണ് നിങ്ങൾ എവിടെയാണോ പേയ്മെന്റ് നടത്തുന്നത് ആ സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ വൗച്ചർ മേടിക്കുക, റീചാർജ് വൗച്ചർ മേടിക്കുക അവിടെ. ഇനി മറ്റേത് പറഞ്ഞിട്ടില്ല അല്ലെ, പേടിഎം വഴിയാണ് മേടിക്കുന്നെങ്കിലോ, പേടിഎം വഴിയാണ് നിങ്ങളുടെ ഈ പറഞ്ഞ ഫോൺ റീചാർജ് ചെയ്യുന്നെങ്കിലോ നിങ്ങളുടെ അഡ്രസ് എവിടെയാണോ അവിടെ. ഇന്റർനെറ്റ് ബാങ്കിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ബാങ്കിങ് ഓർ എനി അതർ ഫിനാൻഷ്യൽ സർവീസസ് ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ബ്രോക്കിംഗ് സിസ്റ്റം, അങ്ങനത്തേക്കത് സ്റ്റോക്ക് ബ്രോക്കറുടെ സർവീസ്. അങ്ങനെയാണെങ്കിൽ എന്താ നോക്കണ്ടേ, അഡ്രസ് ഓഫ് റെസിപ്പിയന്റ്.
ദ പ്ലേസ് സപ്ലൈ ലൊക്കേഷൻ റെസിപ്പിയന്റിന്റെ അഡ്രസ്സ്, റെക്കോർഡിലുള്ള അഡ്രസ്സ്. ഇനി അതില്ലെങ്കിലോ, അഡ്രസ്സ് ഉണ്ട് റെക്കോർഡ് ഇല്ലെങ്കിലോ, സ്റ്റോക്ക് ബ്രോക്കറുടെ സ്ഥലം എവിടെ, അതിവിടെ പറഞ്ഞിട്ടില്ല. അത് ഇൻഷുറൻസ് സർവീസ് ആണെങ്കിൽ എപ്പോഴും അറിയാം രജിസ്റ്റേർഡ് അഡ്രസ്സ് ഉണ്ടാവും, അഡ്രസ്സിലാണ് പരിപാടി നടക്കില്ല. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്റ്റേർഡ് അഡ്രസ്സ്, രജിസ്റ്റേർഡ് അല്ലാത്ത പേഴ്സൺ ആണെങ്കിലോ അയാളുടെ അഡ്രസ്സ് തന്നേക്കണേത്. അത് പിന്നെ ഫൈനലി ഗവൺമെന്റിന് കൊടുക്കുന്ന പരസ്യം, അത് നേരത്തെ പറഞ്ഞില്ല, എവിടെയൊക്കെ പരസ്യം ചെയ്തോ അവിടെയൊക്കെ അത് വേണ്ട രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ എടുക്കുക. ഓക്കെ, ഇതാണ് സെക്ഷൻ 12. കുറച്ച് സീനാണല്ലേ. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് ഞാൻ പറഞ്ഞ വീഡിയോ കേട്ട് ഇതിൻ്റെ കൂടെ പറഞ്ഞു പോവുക. ഞാൻ ഒന്നും കൂടെ പ്ലേ ചെയ്യുമ്പോൾ അതുകൊണ്ടുകൂടെ ഞാൻ ഈ പറയുന്നത് പറഞ്ഞു പോവുക. അപ്പൊ പറഞ്ഞുമ്പോൾ ഈ അവസാനത്തെ റിവിഷൻ ഞാൻ ഈ പേജ് എടുത്ത് ചെയ്തില്ലേ, ഈ പേജ് എടുത്ത് റിവിഷൻ ചെയ്താൽ മതി. ഇനി പറഞ്ഞ കണക്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിലോ, ജനറൽ 12(2) രജിസ്റ്റേർഡ് പേഴ്സണാണ് കൊടുത്തെങ്കിൽ രജിസ്റ്റേർഡ് അഡ്രസ്സ്, രജിസ്റ്റേർഡ് അല്ലാത്ത ആൾക്കാണ് കൊടുത്തെങ്കിലോ, രജിസ്റ്റേർഡ് അല്ലാത്ത ആൾക്ക് കൊടുത്തേക്കണല്ലോ അയാളുടെ അഡ്രസ്സ് നമ്മുടെ ഉണ്ട്, എന്തെങ്കിലും അഡ്രസ്സുകൾ നമ്മുടെ ഉണ്ടോ, രജിസ്റ്റേർഡ് അല്ലാത്ത അഡ്രസ്സ് എന്നാ അവിടെ. ഇനി അയാളുടെ അഡ്രസ്സേ ഇല്ലേ എന്നാ സർവീസ് കൊടുക്കണമുള്ള സ്ഥലം നമ്മുടെ സ്ഥലം. ക്ലിയർ? അപ്പോൾ എക്സാമ്പിൾ ഇട്ടുണ്ട്, മിസ്റ്റർ അമൻ മുംബൈ പ്രൊവൈഡ്സ് ആർക്കിടെക്ട് സർവീസസ് ടു കമ്പനി ഇൻ ബാംഗ്ലൂരു. ബാംഗ്ലൂരിലേക്ക് ഒരു കമ്പനിക്ക് ആർക്കിടെക്ട് സർവീസ് കൊടുത്തു. ദ റെസിപ്പിയന്റ് കമ്പനി ഈസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ, ഇൻ ദിസ് കേസ് ലൊക്കേഷൻ ഓഫ് ദ റെസിപ്പിയന്റ്. ഓക്കെ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ, ആർക്കിടെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ പരിപാടിയിലൂടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൊടുക്കുകയാണെങ്കിൽ എവിടെയാ പ്ലേസ് സപ്ലൈ, ലൊക്കേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ. ഇനി അടുത്തത്, ബ്യൂട്ടി പാർലർ പ്രൊവൈഡ്സ് സർവീസസ് ടു മെനി കസ്റ്റമേഴ്സ് ബട്ട് ദേ ഡു നോട്ട് റെക്കോർഡ് നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ദ കസ്റ്റമേഴ്സ്. പലവർക്കും പ്രൊവൈഡ് ചെയ്തു. ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് ബ്യൂട്ടി പാർലർ. പൊതുവെ അവിടെയാണ് അല്ലേ. പക്ഷേ വേർ സച്ച് പാർലർ കീപ്സ് ദി അഡ്രസ്സസ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ് ഓൺ റെക്കോർഡ്സ്, ദ പ്ലേസ് ഓഫ് സപ്ലൈ വുഡ് ബി ദ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഇൻ ദ സർവീസ്. അതായത് അവർക്ക് അവിടെ ചെന്ന് കൊടുത്താണ് സർവീസ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ റെക്കോർഡ് വെച്ച് അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിന്റെ പേരിലാണ് ബില്ലിംഗ് അടിക്കുന്നതെങ്കിൽ, ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് ദ റെസിപ്പിയന്റ് ഓഫ് ദ സർവീസ്. ക്ലിയർ? ജനറലി അങ്ങനെ സംഭവിക്കാറില്ല, എപ്പോഴും മറ്റേ രീതിയിൽ തന്നെ സംഭവിക്കാറില്ല. എവിടെയാണോ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അവിടെ. ഓക്കെ, അതോടുകൂടെ സെക്ഷൻ 12 കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്, ഇതേപോലെ ഉണ്ട് സെക്ഷൻ 13. പക്ഷെ ഇത്രയില്ല കേട്ടോ, സെക്ഷൻ 13 ഇത്രയില്ല. സെക്ഷൻ 13 കുറച്ചേ ഉള്ളൂ, ഇത്രയുള്ളൂ സെക്ഷൻ 13. ഓക്കെ, സെക്ഷൻ 13 എന്താ പറയുന്നത്? സെക്ഷൻ 13 പറയുന്നത് 13ലേക്ക് കിടക്കാം. സെക്ഷൻ 13 പറയുന്നത് ഒന്നില്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയർ അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. യെസ്, അപ്പൊ ക്ലിയർ ആയില്ലേ? സെക്ഷൻ 12 രണ്ടുപേരും ഇന്ത്യയിലാണെങ്കിലുള്ള കേസ്. യെസ്, 42 മിനിറ്റ് ആയി. വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ കാണാം. സെക്ഷൻ 13 അടുത്ത വീഡിയോ കാണാം. സോ റൈറ്റ്, നിങ്ങൾക്ക് നന്നായി മനസ്സിലായി, നന്നായി പഠിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആസ് ഐ ഓൾവേസ് റിക്വസ്റ്റ്, പ്ലീസ് ലീവ് എ ലൈക്ക്, ഷെയർ ഓർ സബ്സ്ക്രൈബ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, കമന്റ് ചെയ്യുക, എന്താ ചെയ്യുക. ഷോ മീ സം സപ്പോർട്ട്, ഷോ മീ സം ലവ്. ഫ്രണ്ട്സിനോടൊക്കെ പറയാം നമ്മുടെ ഈ ചെറിയ ചാനലിനെ പറ്റി. And in case you are interested to learn more from me, check the link in the description. Okay, so tata, take care and goodbye. This is Nishant Raghunath signing off and wishing you the very best for your coming exams. Bye bye.